ദേ ഈ കാണുന്നത് നമ്മുടെ ഡ്വാർഫ് ഗൗരാമികളാണ്. നമ്മൾ പെറ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് കണ്ടതാണ്. ഇതിനകത്ത് പല വെറൈറ്റികൾ, അതായത് ഡ്വാർഫ് ഗൗരാമികളിൽ തന്നെ പല വെറൈറ്റികളുണ്ട്. അപ്പോൾ അതിൽ ചിലതൊക്കെ ഇതിനകത്ത് മിക്സഡായിട്ട് കിടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ റെഡിനെ കണ്ടില്ലേ, ഫുൾ റെഡ്, അത് ഫ്ലെയിം റെഡ് എന്നാണ് അതിന് പറയുന്നത്. അതിനെന്തോ വേറെ എന്തോ പേരുകളിലൊക്കെ ഇവർ പെറ്റ് ഷോപ്പുകളിൽ പറയുന്നുണ്ട്. ലയൺ എന്നോ റെഡ് ലയൺ എന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ഒരിക്കൽ അങ്ങനെ പറഞ്ഞ് കേട്ടിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഓൺലൈനിലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അതിന് ഫ്ലെയിം റെഡ് എന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ വേറൊരു വെറൈറ്റിയും കൂടി നിങ്ങൾക്ക് കാണാം സൈഡിൽ. അത് ഡോട്ടുകളായിട്ട് കണ്ടില്ലേ, ആ ഡോട്ടുകൾ ബ്ലൂ ഡോട്ട്, അത് ബ്ലൂ കളർ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ബ്ലൂ ഡ്വാർഫും, അതുപോലെ റെഡ് കളറാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അതിൽ റെഡ് ഡോട്ടുകളാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ റെഡ് ഡ്വാർഫുമാണ്. പിന്നെ പൗഡർ ബ്ലൂ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് വെറൈറ്റികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ആ റെഡ് കളറുള്ളതെല്ലാം മെയിലുകളാണ്. അതിൻ്റെ ബോഡി ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്നത് കാണാം. വയറിൻ്റെ അവിടെ ബൾജൊന്നും കാണില്ല. പക്ഷേ ഇപ്പോൾ ഫ്രെയിമിൽ സെൻറ്ററിൽ നിൽക്കുന്ന ചില പീസുകൾ, അതായത് അധികം ഭംഗിയൊന്നുമില്ലാതെ സിൽവർ കളറിൽ വൈറ്റിഷ് കളറിൽ നിൽക്കുന്നത് കണ്ടില്ലേ കുറേ എണ്ണം, അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെല്ലാം ഫീമെയിലുകളാണ്. അതിൻ്റെ വയറെല്ലാം വീർത്തിരിക്കുന്നത് കാണാം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത്രയും വീർത്ത് ഒരിക്കലും മെയിലിൻ്റെ ഇരിക്കില്ല. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ ആ ഒരു റെഡ് കളറിൽ വരുന്നതിൻ്റെ ബോഡി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എല്ലാം ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. വയറിൻ്റെ അവിടെ വലിയ ബൾജൊന്നും കാണാനായിട്ട് പറ്റില്ല. പക്ഷേ ആ ഒരു വൈറ്റിഷ് കളറിൽ കാണുന്ന, ഇപ്പോൾ ഈ ഒരു സിൽവർ കളറിൽ കാണുന്ന എല്ലാത്തിൻ്റെയും വയറ് വീർത്തിരിക്കുന്നുണ്ട്. മാത്രമല്ല അതിന് ഭംഗി കുറവുമാണ്. ബാക്കിയുള്ള കളർഫുള്ളായിട്ടുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭംഗിയും കുറവാണ്. ഇത് തന്നെയാണ് ഡ്വാർഫ് ഗൗരാമികളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. മെയിലിനാണ് ഭംഗി കൂടുതൽ വരുന്നത്. ഇപ്പോൾ ഈ കാണുന്ന റെഡിനെ കണ്ടില്ലേ, അത് മെയിലാണ്. ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ അധികം കളറൊന്നും ഉണ്ടായിരിക്കില്ല. ഭംഗി കുറഞ്ഞ ഒരു ഫിഷിനെ പോലെ നമുക്ക് തോന്നിക്കും. അതുപോലെ തന്നെ വയറിൻ്റെ അവിടെ നല്ല ബൾജ് ഉണ്ടായിരിക്കും, കണ്ടില്ലേ. അത് മെജോറിറ്റി എണ്ണത്തിൻ്റെയും എനിക്ക് തോന്നുന്നു എഗ്ഗ് ലോഡായിട്ടുണ്ട്, വൈറ്റിൽ എഗ്ഗ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ബൾജായിട്ട് നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബൾജായിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫീമെയിൽ എന്ന് പറഞ്ഞില്ലേ, ഈ കാണുന്ന സിൽവർ കളറിൽ വയറ് വീർത്തിരിക്കുന്നത്, അത് ഏത് വെറൈറ്റിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഫ്ലെയിം റെഡ് കിടക്കുന്നുണ്ട്, അതുപോലെ തന്നെ റെഡ് ഡ്വാർഫ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏതിൻ്റെ ഫീമെയിൽ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാണുമ്പോൾ അത് ഈ ഒരു റെഡ് ഡ്വാർഫ് അല്ലെങ്കിൽ ബ്ലൂ ഡ്വാർഫിൻ്റെ ഫീമെയിലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഫ്ലെയിം ഡ്വാർഫിൻ്റെ ആണെങ്കിൽ കുറച്ചും കൂടിയും റെഡിഷ് കളർ ഫീമെയിലിന് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കാണുന്ന സിൽവർ കളറുള്ള ഫീമെയിലുകൾ ഒന്നുകിൽ അത് റെഡ് ഡ്വാർഫിൻ്റെ അല്ലെങ്കിൽ ബ്ലൂ ഡ്വാർഫിൻ്റെ ഫീമെയിലുകളാണ്. എന്തൊക്കെയാണെങ്കിലും നേരത്തെ പറഞ്ഞത് അപ്ലിക്കബിൾ ആണ്. ഫീമെയിലിന് അത് ഏത് വെറൈറ്റി ആണെങ്കിലും ഫീമെയിലിന് മെയിലിനേക്കാളും ഭംഗി കുറവായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ഫിൻസ് കാര്യങ്ങളെല്ലാം ഷോർട്ടായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ വയറ് ബൾജ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഗൗരാമി വെറൈറ്റികളിൽ എല്ലാ വെറൈറ്റികളിലും ഇങ്ങനെ ഫീമെയിലുകൾ അത്ര ഭംഗി കുറവൊന്നുമല്ല. ഉദാഹരണത്തിന് ഗോൾഡൻ ഗൗരാമി, അതുപോലെ തന്നെ ബ്ലൂ ഗൗരാമി, സ്നോ വൈറ്റ്, അതുപോലെ തന്നെ മൂൺ ലൈറ്റ്, ഇതിലെല്ലാം ഫീമെയിലുകൾക്ക് കളർ കാര്യങ്ങളെല്ലാം മെയിലിൻ്റെ പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ സൈസിലും അതുപോലെ ഫിൻസിൻ്റെ കാര്യങ്ങളിലൊക്കെ മെയിലിൻ്റെ അത്ര ഉണ്ടായിരിക്കില്ല എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഈ കാണുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്തതാണ്. ഇത് നമ്മുടെ ആൽബിനോ ഓസ്കാറുകളാണ്. ഇത് ഫയർ റെഡ് ആണെന്ന് നമുക്കറിയില്ല. സാധാരണ ഫയർ റെഡ് വെറൈറ്റികളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് നല്ല ബ്രൈറ്റ് റെഡ് കളറാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ഒരു സൈസിന് നമ്മൾ കണ്ടിട്ടുണ്ട് ഫയർ റെഡ് ആണെങ്കിൽ നല്ല ബ്രൈറ്റ് റെഡ് കളർ സൈഡിൽ വരാറുണ്ട്. അല്ലെങ്കിൽ മെജോറിറ്റി അതിൻ്റെ ബോഡിക്ക് നല്ല ബ്രൈറ്റ് റെഡ് കാണാറുണ്ട്, കവർ ചെയ്ത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതിൻ്റെ കളർ കുറച്ച് യെല്ലോ കളറായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇത് ഫയർ റെഡ് തന്നെയാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, അതോ ഇതിന് വേറെ ഏതെങ്കിലും പേരുണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്തതാണ്. നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഏത് വെറൈറ്റി ആണെന്നുള്ളത്. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക.